ആൻസ് വേൾഡിൽ നിന്ന് ഒരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു തേങ്ങ ചിരകിയതും ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും പിന്നെ 2 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ചൂടായി വരുമ്പോൾ 20 അല്ലി വെളുത്തുള്ളി കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ഉള്ളിയും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ സാദാ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചട്നി ജാറിലേക്ക്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും, ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ഉള്ളിയും 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ച 4 ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ പച്ചമണം മാറി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിന്റെ മീറ്റ് മസാലയാണ്. അതുകൂടി ചേർക്കുമ്പോൾ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കൻ ആണ്. അത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയത് കൊണ്ടാണ് ഒരു മഞ്ഞ കളർ ഉള്ളത്. ചിക്കൻ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റ് ശേഷം ചിക്കൻ ഏകദേശം ഒരു 85% വെന്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തരച്ച് വെച്ച കോക്കനട്ട് മിക്സ് കൂടി ചേർത്ത് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേണം വേവിച്ചെടുക്കാൻ. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് നമുക്ക് ഈ കറി അടച്ചു വെക്കാം. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഈസ്റ്റേണിന്റെ മീറ്റ് മസാല തന്നെയാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീറ്റ് മസാല നന്നായിട്ട് മൂത്ത ഒരു മണം വരുമ്പോൾ അത് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കറീന്റെ മുകളിലേക്ക് ഇട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. നമുക്കിത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.